വികസനവും സദ്ഭരണവുമാണ് ഡൽഹിയിൽ വിജയിച്ചതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡൽഹിയുടെ വികസനം ഉറപ്പുവരുത്തുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പരാജയം ആം ആദ്മി പാർട്ടി അംഗീകരിച്ചു. മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള ചർച്ചകൾ ബിജെപിയിൽ സജീവമായി. തോൽവിയുടെ ഞെട്ടലിലാണ് ആം ആദ്മി പാർട്ടി നേതൃത്വം. തുടർ തോൽവികളുടെ നിരാശയിലാണ് കോൺഗ്രസ്. ബൽറാം നെടുങ്ങാടി ആണ് ഡൽഹിയിൽ നിന്ന് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. ബൽറാം, എന്തായാലും അങ്ങനെ ദീർഘമായ വർഷങ്ങൾക്ക് ശേഷം ആപ്പ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഡൽഹിക്കാർ. ഇനി BJP ഭരണത്തിലേക്ക് വരുന്നു. ഇനി അടുത്ത ചോദ്യം, എല്ലാവരും ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് ഈ അരവിന്ദ് കെജ്രിവാളിനും അതിഷി മർലേനയ്ക്കും ഒക്കെ ശേഷം ഇനി ആരാവും ദില്ലിയുടെ തലപ്പത്തേക്ക് വരുന്നത്? അക്കാര്യത്തിൽ എന്താണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്? ക്രിസ്റ്റീന, ആം ആദ്മി പാർട്ടിയുടെ ഭരണം ഡൽഹിയിൽ തൽക്കാലത്തേക്കെങ്കിലും അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ള ചർച്ചകളാണ്. ആരായിരിക്കും ഡൽഹിയുടെ അടുത്ത മുഖ്യമന്ത്രി? BJP ആരെയായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിയോഗിക്കുക എന്ന് ജനങ്ങൾ ചർച്ച ആരംഭിച്ചിരിക്കുന്നു. പാർട്ടി നേതൃത്വത്തിലും ഇക്കാര്യത്തിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പ്രധാനമായും ഇക്കാര്യത്തിൽ ഡൽഹി പാർട്ടി അധ്യക്ഷനും അടക്കമുള്ളവർ വിശദീകരിക്കുന്നത് കേന്ദ്ര നേതൃത്വമായിരിക്കും മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നുള്ളതാണ്. നിലവിലിപ്പോൾ 5 പേരുകളാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ന്യൂഡൽഹി മണ്ഡലത്തിൽ മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മയുടെ പേര് തന്നെയാണ്. യുവ നേതാവ് എന്ന നിലയിൽ, ഒപ്പം തന്നെ കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ നേതാവ് എന്ന നിലയിൽ പർവേഷ് വർമ്മ സജീവമായ പരിഗണനയിലുണ്ട്. കൂടാതെ നേരത്തെ നടത്തിയ എക്സിറ്റ് പോൾ സർവേകളിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് BJPയിൽ നിന്നും കൂടുതൽ പേർ വോട്ട് ചെയ്തത് പർവേഷ് വർമ്മയ്ക്ക് അനുകൂലമായിരുന്നു. 13% പേരാണ് അദ്ദേഹത്തിന് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയത് സർവേയിൽ. ഒപ്പം തന്നെ മുതിർന്ന നേതാവിനെയാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എങ്കിൽ മറ്റ് 3 പേരുകൾ കൂടിയുണ്ട്. ദുഷ്യന്ത് ഗൗതം, അദ്ദേഹം ദേശീയ നേതൃത്വവുമായി അടുപ്പമുള്ള ഒരു നേതാവാണ്. SC വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവ് കൂടിയാണ് ദുഷ്യന്ത് ഗൗതം. കൂടാതെയാണ് വിജേന്ദർ ഗുപ്തയുടെ പേരും സജീവം പരിഗണനയിലുണ്ട്. ദേശീയ തലത്തിൽ തന്നെ അറിയപ്പെടുന്ന നേതാവ് എന്ന നിലയിൽ അദ്ദേഹത്തെ പരിഗണിക്കുന്നത്. കൂടാതെ പ്രതിഭൻ രാജ്പുത്താണ് നിലവിൽ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറ്റവും സീനിയറായ നേതാവ്. അദ്ദേഹത്തിന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. അതിനപ്പുറത്തേക്ക് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ തീരുമാനിച്ചാൽ മജീന്ദർ സിംഗ് സിർസയുടെ പേരായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരിക എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഈ പേരുകൾ എല്ലാം തന്നെ കേന്ദ്ര നേതൃത്വം സജീവമായി തന്നെ ചർച്ച ചെയ്ത് ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ചർച്ചകൾ സജീവമായി തന്നെ പുരോഗമിക്കുകയാണ്. സംസ്ഥാന നേതൃത്വത്തിന്റെ കൂടി അഭിപ്രായം അറിഞ്ഞ ശേഷമായിരിക്കും അന്തിമമായ ഒരു മുഖ്യമന്ത്രിയുടെ പേരിന്റെ പ്രഖ്യാപനമുണ്ടാകുക. ക്രിസ്റ്റീന, അപ്പോൾ ഈ 5-ൽ നിന്ന് ഒരാളിലേക്ക് പേര് ചുരുങ്ങുമ്പോൾ അത് ആരായിരിക്കും എന്ന ആകാംക്ഷയിലാണ് നമ്മളും. ബൽറാം നെടുങ്ങാടിയാണ് ആ വിവരങ്ങൾ നൽകിയത്.